വൺസ് സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലീപ്പറിൽ കൺഫേം ആയ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ സ്ലീപ്പറിൽ കൺഫേം ആയ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോഴുള്ള ഫീസ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 48 മണിക്കൂർ ഡിപ്പാച്ചറിന് മുമ്പായിട്ട് സ്ലീപ്പറിൽ കൺഫേം ആയിട്ടുള്ള സീറ്റ് നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 120 രൂപ പിടിക്കും എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ 12 മണിക്കൂറിനും 48 മണിക്കൂറിനും ഇടയ്ക്കാണ് ഡിപ്പാച്ചറിന് മുമ്പായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ 25% ടോട്ടൽ ഫെയറിൻ്റെ പിടിക്കുമെന്നും, അതുപോലെ തന്നെ 4 മണിക്കൂറിനും 12 മണിക്കൂറിനും ഇടയ്ക്കാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ ഫെയറിൻ്റെ 50% ക്യാൻസലേഷനായിട്ട് പിടിക്കും എന്നുമാണ് പറയുന്നത്. അതുപോലെ തന്നെ 4 മണിക്കൂറിന് ഉള്ളിലാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് റീഫണ്ട് ഒന്നും ഇല്ല എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ടിക്കറ്റ് ചെയ്തിരുന്നു. ആ ഒരു ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 780 രൂപ അടുത്താണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു സ്ലീപ്പറിൽ കൺഫേം ആയിട്ടുള്ള ഒരു സീറ്റാണ്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞെടുത്ത് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് മൈ ബുക്കിങ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കാണാൻ സാധിക്കും. അപ്പം അവിടെ നമുക്ക് ഏത് ട്രെയിനാണോ ക്യാൻസൽ ചെയ്യേണ്ടത്, നമ്മുടെ മൈ ബുക്കിംഗ് കിടക്കുന്ന ഇങ്ങനെ ഒരു ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ട്രെയിനാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ക്യാൻസൽ ചെയ്യുന്നത് 16 ജൂണിനാണ് ഇത് ഡിപ്പാച്ചർ ഡേറ്റ്. ഞാൻ 15 ജൂൺ ഏകദേശം 12 മണിക്കൂറിനും 48 മണിക്കൂറിനും ഇടയ്ക്കാണ് ഞാനിത് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 25% എൻ്റെ ഫെയറിൻ്റെ പിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം മുകളിൽ തന്നെ 3 ഡോട്ട്സിൽ ക്യാൻസൽ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കൺഫേം ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കൺഫേം S5ൽ 30 ആയിരുന്നു. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേന് എത്ര റീഫണ്ട് കിട്ടുമെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മുടെ പേര് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ ക്യാൻസൽ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇന്ന PNR നമ്പറിലുള്ള ടിക്കറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. 575 രൂപയാണ് നമുക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നത്. ഇവിടെ റീഫണ്ട് എമൗണ്ട് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ കറണ്ട് സ്റ്റാറ്റസ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം 3 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ ഫണ്ട് റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ അപ്രോക്സിമേറ്റ് 25% തന്നെയാണ് പിടിച്ചേക്കുന്നത്. ഏകദേശം 780 രൂപ 800 രൂപയുടെ 25% എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 രൂപയാണ്. അപ്പോൾ 200 രൂപ തന്നെയാണ് ഇവർ ക്യാൻസലേഷനായിട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ IRCTCയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൺഫേംഡ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.